ഷെയ്ഖിനെ വിട്ടില്ല. ഞാനല്ല മറുപടി പറയേണ്ടത്. ഇതുപോലെ ഞാൻ കിതാബിലേക്ക് പോകാത്തത് എന്തിനാ? കിതാബുകളിൽ, തസവ്വുഫ് അഹ്ലുകാരുടെ കിതാബുകളിൽ ഇത്തരം ചില സംഭവങ്ങളൊക്കെ കാണും. അതൊക്കെ പേജെടുത്ത് ഉദ്ധരിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ശരീഅത്തിന്റെ അച്ചടക്കത്തെ സൂക്ഷിക്കണം, അതിനെ ഇഹ്തിറാം ചെയ്യണം. അന്യ സ്ത്രീ പുരുഷ സമ്പർക്കം ഒരു കാരണവശാലും പാടില്ല എന്ന് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ പേരോടിന്റെ ഷെയ്ഖ് അഷ്ശൈഖുൽ അക്ബർ സയ്യിദ് അബൂബക്കർ ഇബ്നു മുഹമ്മദ് അൽ ഖാദിർ അസ്സാലിസ് അൽ ഹിന്ദി അൽ മഅറൂഫ് ബി പോക്കർ അൽ ഹാജി കിണവക്കൽ ഷെയ്ഖ്. ഇത് എഴുതിയത് ആരാ? മൗലിദ് കിതാബ് പേരോടിന്റെ നേരിട്ടുള്ള ഷെയ്ഖ് ആർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അഫാ അൻഹുൽ അസീസുൽ ഗഫാർ റഹ്മത്തുള്ളാഹി അലൈഹി. തസവ്വുഫ് നല്ല പോലെ പരിപാലിച്ച മഹാനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് കിണവക്കൽ പോക്കർ ഹാജി. അദ്ദേഹത്തിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അതൊരു മസ്താനാണെന്നൊന്നും പറയണ്ട. പേരോടിന് അങ്ങനെ പറയാൻ പറ്റും. പേരോടിന്റെ ഉസ്താദാ പറയണത്. വമിൻഹും ഷെയ്ഖുനാ വമുർഷിദുനാ വമുഹിബ്ബുനാ വമുറബ്ബീനാ. മുറബ്ബിയായ ഷെയ്ഖാണ് ആര്? അബൂബക്കർ ഇബ്നു മുഹമ്മദിനിൽ കിണവക്കലിയു അൽ മഅറൂഫ് ബി പോക്കർ ഹാജി നവറല്ലാഹു ദരീഹു. ഇത് പേരോടിന്റെ ഉസ്താദ് എഴുതിയതാണ് കണവക്കൽ ഷെയ്ഖിനെ പറ്റി. ഖുസൂസൻ ഷെയ്ഖനാ കാന മുർഷിദനാ വമുറബ്ബീനാ എന്ന് ബൈത്തിലും ഗദ്യത്തിലും പദ്യത്തിലും ഒക്കെ വകാന ശൈഖു അഫ്ളല മിൻ കസീരി മിനൽ ഉറഫാഇ ബിൽ ഹിന്ദി അളീമ വഫാഖൽ ബദ്ല വൻ നുഖബാ ജമീഅ വഹാദൽ ഫളല വർ-റിളവാന റാമ هو كنز لا يحيط أحد إذا رأيت ظاهره تراما ليس ذاك شيئا مستقيما لكن ذاك في العرفان عوما. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഗുരുത്വം വാങ്ങി എന്നല്ല പറയുന്നത്. ആ ഗുരുത്വം കൊടുത്ത ഉസ്താദ് ഇതാ അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ പറ്റി. എന്നിട്ടോ ആ കിണവക്കൽ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇന്നും അദ്ദേഹത്തെ കണ്ട ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. നൂറുകണക്കിന് സ്ത്രീകളോട് തന്നെ ഇന്റർവ്യൂ നടത്താൻ സൗകര്യമുണ്ട്. പേരോട് അത് നടത്തട്ടെ. തൊട്ടോ കണ്ടോ പോയോ പിടിച്ചോ എന്നൊക്കെ പറയട്ടെ. പക്ഷെ ഞങ്ങളത് ചെയ്യില്ല. അത് ശരീഅത്തിന്റെ മഖാമിലുള്ള അച്ചടക്കം പുലർത്തണം. പക്ഷെ പേരോടിന്റെ ഷെയ്ഖ് അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ചോദ്യാണത്. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അവരുടെ ഖലീഫമാരൊക്കെ. ആർ അബ്ദുൽ ഖാദിർ ഹാജി വഫാത്ത് വരെ അദ്ദേഹത്തിനെ മുറബ്ബിയായ ഷെയ്ഖാണെന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ അമല് കൊണ്ട് ജീവിച്ച മഹാനായ വഫാത്തായ ആളാണ്. പേരോട് അവിടെ സിയാറത്തിന് പോകാറുണ്ട്. ഓതുന്ന കാലം ഓരോ സന്ദർഭങ്ങളിലും ഈ കിണവക്കൽ ഷെയ്ഖിന്റെ മഖാം സിയാറത്തിന് കൊണ്ടുപോകും ഉസ്താദ് എല്ലാ ശിഷ്യന്മാരെയും. പേരോട് അത് കൂടെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേരോട് അവിടെ സിയാറത്തിന് പോയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് കഥകൾ ഈ പേരോട് കേട്ടിട്ടില്ലേ? വെറുതെ എന്തിനാ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ഇന്റർവ്യൂ നടത്താൻ എത്ര ആളുണ്ട്? മൗലിദ് കിതാബിൽ തന്നെ ആർ അബ്ദുൽ ഖാദിർ ഹാജി എന്ന മഹാനായ മുസ്ലിയാർ മഹാപണ്ഡിതൻ തന്നെ ചില കഥകൾ എഴുതുന്നുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, നീണ്ട മൗലിദാണ്. മൗലിദ് കിതാബ് തന്നെ പേരോട് കണ്ടിട്ടുണ്ടാവൂലേ? പേരോട് ഓതിട്ടുണ്ടാവൂലേ? എത്രയാ ഉള്ളത്? وحكى الحاج الأحمد البلوكري المشهور ببيبي. ഇതൊക്കെ പേരോടിനെ അറിയാം. ഇത് ഞാൻ അർത്ഥം വെക്കേണ്ട അല്ല. ഇതിൽ ചില സംഭവങ്ങളൊന്നും അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റൂല. എന്നിട്ട് ഇത് ഓതുന്നില്ലേ പേരോട്? മുറബ്ബിയായ ഷെയ്ഖാണ് എന്ന് തന്റെ ഉസ്താദ് പഠിപ്പിച്ച ഗുരുനാഥനാണ്. അന്ന ബിൻതഹു മൈമൂന. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലും നഹ്വിലെ തെറ്റ് കണ്ടുപിടിച്ചിട്ട് ക്ലിപ്പർക്കിക്കോ, അതാ നല്ലത്. فمسح الشيخ بطنها بيده الكريمة. ചെളുക്കൊണ്ടല്ല, ആണല്ലോ ചെറിയത്തിന്റെ കണ്ടുപിടുത്തം. പായന്റെ ചെളുക്ക കൊണ്ട് ഇനിയും ഇത് നെഫാണ്. فمسح الشيخ بطنها بيده الكريمة وقال إني أرى هذا الولد بعيني قد ولد صحيحا എന്ന് പറഞ്ഞിട്ട് وقالت ميمونة إن مسح الشيخ قد جعل الولد على الاستقامة. ഞാൻ അതിന് അർത്ഥം വെക്കുന്നില്ല. എന്തേ അർത്ഥം വെക്കാത്തത്? അതിന് തരീഖത്തിന്റെ ഔലിയാവിനെ പറ്റി എല്ലാ മഹാന്മാരെ പറ്റിയും പറയുമ്പോൾ അതുണ്ട്. തബക്കാത്തും അതുപോലെ ഇബ്രീസും എത്രയോ കിതാബ് എടുത്ത് നോക്ക്. മശായിഖന്മാരുടെ മക്കാമുകളിലും ഹാലുകളിലും. അപ്പൊ ഈ ഹാല് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്ന ഹാലാണോ? നമ്മളാണോ ആ ഹാല് മാറ്റണ്ടോ അല്ലേ നിർണ്ണയിക്കേണ്ടത്? പൂർണ്ണതയിലെത്തിയ മഹാന്മാർക്ക് ഹാല് എന്ന് പറയുന്ന സംഭവം നമ്മൾ പറഞ്ഞാലും അവരെപ്പോഴും സഹൂലാണ്. എപ്പോഴും അവർ അൽബഖായിലാണ്. അവരെപ്പോഴും ഹദറത്തു ശുഹൂദിലാണ്. ഉൻസയുടെ ഫർജും ഈ കല്ലും ഒരുപോലെ ആകുന്ന അവസ്ഥ എപ്പോഴും അങ്ങനെയാണ്. വലൗ ഖാത്തറത്ലി ഫീ
സിവാക ഇറാദത്തുൻ അലാ ഖാതിരി യൗമൻ ഹകംതു ബിരിദ്ദതി. ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ ഹളറത്ത് ശുഹൂദ് നഷ്ടപ്പെടാത്ത മഹാന്മാർ സയ്യിദി ഉമർ ഇബ്നുൽ ഫാറൂഖ്, അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ തബഖാത്തിലുണ്ട്, മിനനുൽ കുബ്രയിലുണ്ട്. വായിക്ക് പേരോട്, വായിക്ക്. പക്ഷെ ഞാൻ വായിക്കൂല. കാരണം എന്ത്? എന്റെ ശൈഖ് എന്നെ പഠിപ്പിച്ചത് അന്യ ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും ദിക്ർ പോലും അന്യപുരുഷൻ കൊടുക്കാൻ പാടില്ല, കൈപിടിക്കാൻ പാടില്ല. മദീനത്തുൽ കിറാമിൽ ഇതുവരെ അങ്ങനെ ഇല്ല. മദീനത്തുൽ കിറാമിൽ ഹളറ മാസത്തിലും ആഴ്ചയിലൊക്കെ നടക്കും. അതിൽ ദസൂഖിയത്തുകളായ സഹോദരിമാർ വരാറുണ്ട്. വന്നോ പോയോ എന്നത് ഒരൊറ്റ പുരുഷനും അറിയില്ല. അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് അത്രയും അച്ചടക്കാണ്. വളരെ വ്യക്തമായും അവരുടെ വഴിയിലൂടെ അവർ വന്ന് സ്ത്രീകളുടെ ഹാളിൽ അവർ വന്നിരിക്കും. എന്നാൽ ഹളറയിൽ ഒരൊറ്റ പെണ്ണ് ആ സദസ്സിലേക്ക് വരൂല. ഇതുവരെ വന്നതായി തെളിയിക്കാൻ കഴിയില്ല. ഇത്രയും അച്ചടക്കൾ ഒരു വിഭാഗത്തെ പറ്റി കക്കാട് മുഹമ്മദ് ഫൈസി നടത്തുന്ന സദസ്സിൽ ശരീഅത്ത് വിരുദ്ധമായ കാര്യങ്ങളും കൈപിടിക്കലും നടക്കുന്നുണ്ട് എന്ന് AP അബൂബക്കർ മുസ്ലിയാർ എന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ കാണും, എന്നിട്ട് തരീഖത്തിനെ കുറിച്ച് തെറ്റായ ഒരു അഭിപ്രായം വരും. AP ഉസ്താദ് ഇത് പറയരുതായിരുന്നു. വല്ലാത്ത സങ്കടമുണ്ട്. അപ്പോഴതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരൊക്കെ തന്നെ ഉൾക്കൊള്ളുകയും ഇതുവരെ പറയുകയും ചെയ്ത ഇനി അങ്ങോട്ട് പറയണോ? മുഷാവറ അംഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ഭാര്യയായിട്ട് പോയിട്ട് കൈ പിടിച്ച സംഭവമില്ലേ? ഇന്റർവ്യൂവിന് ആളെ ഹാജരാക്കണോ? വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ? എല്ലാ ഭാഗത്തും വേണം തത്വദീക്ഷയും വസ്തുനിഷ്ഠാപരമായ ഒരു കാഴ്ചപ്പാടും. മൗലികമായി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ഔലിയാഇനെ അളക്കുമ്പോൾ അതിൻ്റെതായ ഒരു അളവുകോലുണ്ട്. നാം പഠിച്ച ഖുർആനിന്റെയും സുന്നത്തിന്റെയും എതിരായത് ആര് ചെയ്താലും എതിർക്കും എന്ന് പറയുന്ന ബിദഈ കക്ഷികളുടെ നയം ഔലിയാഇന്റെ കാര്യത്തിൽ നമ്മുടെ പൂർവികരായ ഉലമാക്കൾ സ്വീകരിച്ചിട്ടില്ല. അവര് ചെയ്തതിന് അതിൻ്റെതായ അർത്ഥമാനങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാകും. ശരീഅത്തിന്റെ തന്നെ എല്ലാ മദാഹിബുകളും അഭിപ്രായങ്ങളും നമ്മൾ പഠിക്കേണ്ടി വരും. പെട്ടെന്നങ്ങ് എതിർത്താലൊന്നും പറ്റില്ല. ഉത്തരം മുട്ടുമ്പോൾ മജ്ദൂബാണെന്ന് പറഞ്ഞു ഒഴിയലും പരിഹാരമല്ല. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താടി വടിച്ചിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു എന്നും അതുപോലുള്ള സംഭവങ്ങളും അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പേരോടും AP ഒക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എഴുതിയത് അവരുടെ ബുക്ക് സ്റ്റാളുകളിൽ ഈ അടുത്ത കാലം വരെ വിറ്റിട്ടുണ്ട്. ഇപ്പോഴും സലഫികൾക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് എഴുതിയ പണ്ഡിതനെ കുറ്റം പറഞ്ഞ് പുറത്താക്കിയതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താണ്? അപ്പോഴും സംഭവം സത്യമായി നിലനിൽക്കുമല്ലോ. എഴുതിയ പുസ്തകത്തിനും പുസ്തകം എഴുതിയ ആൾക്കും മാത്രമല്ലേ കുഴപ്പമുണ്ടാവുള്ളൂ. അപ്പോഴും CM വലിയുല്ലാഹിയുടെ അത്തരം ഒരു സംഭവത്തെ താടി വടിച്ച സംഭവം, സ്വർണ്ണ മോതിരം ധരിച്ചു എന്ന് പറയുന്ന സംഭവം ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. വ്യക്തമായി ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് SYS ബുക്ക് സ്റ്റാളിൽ. പിന്നെ അത് പിൻവലിക്കണ്ടേ? അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? CM വലിയുല്ലാഹിൽ അത് നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പേരോടിന്റെ മറുപടി, പൊന്മളയുടെ മറുപടി, അദ്ദേഹം ഒരു മസ്താനാണ്, മജ്ദൂബാണ്. വലിയുല്ലാഹി അല്ലേ, ഖുതുബുൽ ആലമല്ലേ, പോട്ടെ എന്ന മുറബ്ബിയായ ഷെയ്ഖാണ് എന്ന് കേരളത്തിലെ സുന്നി ഉലമാക്കൾ ഏകകണ്ഠമാണ്. ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് മറുപടി പറയും? ഷാഹുൽ ഹമീദ് ശാന്തപുരം എഴുതിയത് സുന്നത്തി ജമാഅത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് പേരോടിന് ലാഘവത്തോടു കൂടി തള്ളിക്കളയാ. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അബുൽ ഫൈദ് അൽ മൗലവി അഹമ്മദ് ഇബ്നു നൂറുദ്ദീൻ അൽ പാങ്ങിയിൽ മലൈബാരിയിൽ ഖാദിരി എന്നെഴുതിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ സെക്രട്ടറി ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നു. മൗലിദില് സലഫികൾ കണ്ടാൽ മറുപടി പറയാൻ കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഹക്കായ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഹക്കിന്റെ അഹ്ലുകാർ സലഫികളോട് പറഞ്ഞ് പരാജയപ്പെടുന്ന പ്രശ്നമില്ല. ശരിയായ ഖുർആനും സുന്നത്തും ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ്
പേരോടും പൊന്മളയും ഒക്കെ അത് പഠിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മശായിഖന്മാരെ സ്വീകരിക്കട്ടെ. മദീനത്ത്